നമ്മളൊരു ഡ്രസ്സ് വാങ്ങുമ്പോൾ എന്താ നോക്കുക? നമുക്ക് ആദ്യം ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കും. ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ആദ്യം എന്താ നോക്കുക? ഞാൻ പേഴ്സണലി നോക്കണം അതിൻ്റെ വില തന്നെയായിരിക്കും. അതിൻ്റെ വില കൂടുതലാണോ കമ്മിയാണോ എന്നുള്ളത്. അതെനിക്ക് അഫോർഡബിൾ ആണെങ്കിൽ ഞാനത് എടുക്കും, അല്ലെങ്കിൽ ഞാനത് മാറ്റി വയ്ക്കും. ഇതാണ് സാധാരണ ചെയ്യുക. അത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൈസ് ടാഗ് എന്താ ചെയ്യുക? നമ്മളത് എടുത്ത് വലിച്ചെറിയും. പക്ഷേ ഈ എടുത്ത് വലിച്ചെറിയുന്ന പ്രൈസ് ടാഗിന് 40 കോടിയുടെ വിലയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സംഭവം സത്യമാണ്, അത്രയും വിലയുണ്ട്. ഈ പണ്ടൊന്നുമില്ല, സ്വർണ്ണക്കടക്കാർക്ക് സ്വർണ്ണത്തിൽ ആക്ച്വലി അതിൻ്റെ പ്രൈസ് ടാഗിൽ പ്രൈസ് എഴുതണ പരിപാടി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇല്ല. അവരും വേണമെച്ചാൽ സ്വർണ്ണത്തിൽ പവൻ്റെയും അതിൻ്റെ ഗ്രാമിൻ്റെയും അതിൻ്റെ ക്വാളിറ്റീൻ്റെയും മാത്രമേ എഴുതി വെക്കാറുണ്ടായിരുന്നുള്ളൂ. പണ്ടത് ഒട്ടും ഉണ്ടായിരുന്നില്ല. സ്വർണ്ണക്കടക്കാർ തൂക്കം നോക്കിയിട്ട് ഇത് ഇത്ര ഉണ്ടാവുമെന്ന് പറയണത് നമ്മൾ വിശ്വസിക്കലേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ തട്ടാന്മാരുണ്ടാക്കില്ല. ഇതായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഉടമയായ പട്ടാഭിരാമനുള്ളത്. മൂപ്പര് എന്താ ഇത് ചെയ്ത് വെച്ചാൽ പോയ പ്രൈസ് ടാഗിനെ എടുത്ത് മൂപ്പര് ഒരു ദിവസം നോക്കിയപ്പോൾ മൂപ്പർക്ക് ഒരു കാര്യം പിടികിട്ടി. ഈ പ്രൈസ് ടാഗാണ് എല്ലാത്തിനും ഒരു മൂലധനം എന്നുള്ളത്. അപ്പോൾ മൂപ്പര് ആ സമയത്ത് ആക്ച്വലി കല്യാൺ ജ്വല്ലറി തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഇട്ടിരിക്കുകയായിരുന്നു. അന്ന് നമ്മുടെ ബാങ്കിൽ നിന്ന് 75 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് മൂപ്പര് ആദ്യമായിട്ട് 1993 കല്യാൺ ജ്വല്ലറി തുടങ്ങുന്നത്. അപ്പോൾ ഈ തുടങ്ങിയപ്പോൾ മൂപ്പര് എന്താ ചെയ്ത് വെച്ചാൽ മൂപ്പര് ഓരോ ചെയിനും ഓരോ മാലയ്ക്കും ഏതെടുത്താലും അതിൻ്റെ താഴെ അതിൽ വില എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഈ പ്രൈസ് ടാഗ് പോലെ. അപ്പോൾ ഈ വില കാണുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ട്രസ്റ്റ് തോന്നാൻ തുടങ്ങി കല്യാൺ ജ്വല്ലേഴ്സിന്. അപ്പോൾ എന്ത് കാര്യം വിശ്വാസം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ആ ബിസിനസ് വളരുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പ്രൈസ് ടാഗിലെ MRP കറക്റ്റായിട്ട് എഴുതിയപ്പോൾ അത് എല്ലാവർക്കും കൂടുതൽ വിശ്വാസയോഗ്യമായി. അങ്ങനെ കല്യാൺ ജ്വല്ലേഴ്സ് വേഗം വളരുകയും ചെയ്തു. അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ അതിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഫൈനൽ ആപ്റ്റോ നിങ്ങൾ എഴുതുകയാണെങ്കിൽ അതൊരു വിശ്വാസമാവും എല്ലാവർക്കും. അത് വില കൂടുതലാണെങ്കിൽ അത് ക്വാളിറ്റിയും കൂടുതലായിരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂപ്പര് അങ്ങനെ ചെയ്തതും കൊണ്ട് ബാക്കിയുള്ള എല്ലാ സ്വർണ്ണക്കടക്കാരും അതിന് ശേഷം പ്രൈസ് ടാഗ് ഇടാൻ തുടങ്ങി. പക്ഷേ പ്രൈസ് ടാഗ് വേണ്ടാന്നുള്ള സ്വർണ്ണക്കടക്കാരൻ്റെ അസോസിയേഷൻ തന്നെ പിന്നീട് തീരുമാനിച്ചിട്ട് അതിൽ പവൻ്റെയും ഗ്രാമിൻ്റെയും ക്വാളിറ്റീൻ്റെയും മാത്രം എഴുതാൻ തുടങ്ങി. ഇപ്പോൾ അതന്നെ എല്ലാവരും കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ 399 ഷോറൂമുകളായിട്ട് ഇപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് ഏറ്റവും മുന്നിട്ട് പോവുകയാണ്. അപ്പോൾ ഇതുപോലെ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ആക്ച്വലി ഒരു ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് വാങ്ങാനും പറ്റും കേട്ടോ. 2 കോടി രൂപയാണ് ആക്ച്വലി മിനി കല്യാൺ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫ്രാഞ്ചൈസി തുടങ്ങാൻ കല്യാൺ ജ്വല്ലേഴ്സ് ഈടാക്കുന്നത്.